ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗെയിം ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞ ഈ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. നമ്മളിന്നിപ്പോൾ കളിക്കാൻ പോകുന്നത് ഗ്രാനി റീമേക്ക് ആണ്. എക്സ്ട്രീം മോഡിലിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ കളിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോ തുടങ്ങാം. നമ്മൾ ഗ്രാനിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നത്തെ എഴുതി കാണിച്ച് വേറെ ഞാൻ എവിടെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇയാൾ പറഞ്ഞിട്ടില്ല ഇയാൾ ഇവിടെ വന്നേക്കണത്. നമുക്ക് എല്ലായിടത്തും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. ഗ്രാനി പോയി നമുക്ക് പെട്ടെന്ന് നേരെ പോയി ബെഡിനടിയിലേക്ക്. ജസ്റ്റ് സിപ്പ് നമ്മളെ പിടിച്ചാനെ. ഇതിൻ്റെ പാവാടേൻ്റെ നേരമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഗ്രാനിയുടെ ഒരു കട്ടി കൂടി മഞ്ഞ കളറൊക്കെ പോരാ. നമുക്ക് എല്ലാ കബോർഡും തുറന്നു നോക്കാം. ഗ്രാനി വണ്ണിൻ്റെ ഒക്കെ പോലെ നമുക്ക് ചുറ്റി കിട്ടി. ഇത് ഗ്രാനി വണ്ണൊക്കെ പോലെ തന്നെയാണ് വീട്, പക്ഷെ കുറേ കബോർഡൊക്കെ പുതിയതായിട്ട് വന്നേക്കണം. പിന്നെ എല്ലാത്തിനും പോലെ തന്നെ എന്ത് പറഞ്ഞാലും അധികം സാധനങ്ങളൊന്നും കിട്ടൂല. കുറേ ഉണ്ടാവും ഓർക്കാൻ, പക്ഷെ അവിടെ നിന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടി. നമുക്ക് ഈ മേളിൽ പോയി നോക്കാം. ഇവിടെ ഒന്നും എന്തായാലും ഒന്നുമില്ല. ഗ്രാനി എപ്പോഴും വരും, വന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നേരെ മാറാം. ഇതിൽ കൂടെ അടിയിലോട്ട് നമുക്ക് എങ്ങനെ പോയാലോ. ഇപ്പോഴും ഗ്രാനി അവിടെ ആദ്യം വന്നുണ്ട്. ഇതിൽ കൂടെ അടിയിലോട്ട് പഴയതുപോലെ തന്നെ ആ ബാത്റൂമിലോട്ട് തന്നെയാണ് പഴയതുപോലെ പോകാം. കയ്യിൽ കൂടി പോകാതെ നല്ലത്. നമ്മൾ സാധാരണ തന്നെ തീഞ്ഞ് നമുക്ക് ബേസ്മെൻറ്റിലോട്ട് പോവാം. ഇത് പൊട്ടിക്കുക, അല്ലെങ്കിൽ ഇനി പിന്നെ ചുറ്റിക എടുത്ത് നടക്കണം. ചുറ്റിക ഇവിടെ എല്ലാം എടുത്ത് ഇട്ടുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി ഇവിടെ എന്തൊട്ടൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. ഇവിടുന്ന് അപ്പുറത്തെ വീടായിട്ടുള്ള പുറത്തുനിന്ന് വേറെ വീട് അങ്ങനെ എങ്ങാണ്ടുള്ള ഷെഡിലോട്ടല്ലേ അല്ലേ? അതെ. ഇതൊക്കെ ഒരേപോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ വേറെ ഒരു വലിയ വീടും കൂടി കൂടുതലുണ്ട്, ഇത്തിരി സ്ഥലവും കൂടി. വേറെ വ്യത്യാസമൊന്നുമില്ല പഴയ ഗ്രാനിയും തമ്മിൽ. ഇവിടെ നിന്ന് തണ്ണിമത്തം കിട്ടി. ഇനി നമുക്ക് അവിടെ വെച്ച് മുറിച്ച് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇവരെങ്ങനെയാണ് നമ്മൾ സാധനങ്ങൾ കുത്തിക്കയറ്റി വെക്കണേ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തോ ഒരു കീ കിട്ടിയിട്ടുണ്ട്. ഏത് കീ ആണെന്ന് മനസ്സിലായിട്ടില്ല. ഏതോ ഒരു കീ കിട്ടിയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോവാം. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തത് നമുക്ക് വേറെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഗ്രാനി വന്നിട്ടുണ്ടെന്ന് തോന്നണം. നമുക്ക് അപ്പുറത്തോട്ട് പോകാറാണ് നല്ലത്. എന്നിട്ട് ഞാൻ പരമാവധി ചാവാണ്ടിരിക്കാൻ വേണ്ടി നോക്കും. പരമാവധി എനിക്ക് പറ്റണം അത്രയും ഞാൻ ചാവാണ്ടിരിക്കാൻ നോക്കും. എക്സ്ട്രീം ലെവലായതുകൊണ്ട് ഗ്രാനിക്ക് ഇത്തിരി സ്പീഡും കൂടുതലായിരിക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വേറെ എന്തോ ഒരു ഗ്രാനി ഇവിടെ വന്നിട്ടുണ്ടോണേ. ഏതോ ഒരു താക്കോലും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗ്രാനി വന്നാലും തോന്നിയല്ലോ. അതേക്കണ് ഇതൊന്നും കണ്ടില്ല. അങ്ങോട്ടേക്ക് പോകുന്നാവും. നമുക്ക് നൈസായിട്ട് പുറത്തോട്ട് പോവാം. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. പെട്ടെന്ന് പോവാം. പുറകിലുണ്ടെങ്കിൽ തീർന്ന് ഒടുക്കത്തെ സ്പീഡായിരിക്കുമല്ലോ ഇനി. ഇവിടെ എങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ല. ഒന്നുമില്ല. ഇവിടെ എന്തുട്ടാ അത്? എന്താണ്ട് സാധനം അവിടെ ഇരിപ്പുണ്ട്. ഗ്രാനി ഇവിടെ ഒന്നും കാണുന്നില്ല. നമുക്ക് തിരിച്ച് താഴത്തോട്ട് തന്നെ പോവാം. നമുക്ക് താഴത്തോട്ട് പോവാം. പെട്ടെന്ന് പോവാം. ഗ്രാനി ഇങ്ങോട്ടേക്ക് കയറില്ലായിരിക്കും. തിരിച്ച് ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാവും ഗ്രാനി. അവൾ അതിൻ്റെ ഒരെണ്ണം കൂടി തുറന്ന് നമ്മൾ ഫ്രണ്ട് ഡോർ എസ്കേപ്പ് ആയിരിക്കും നോക്കണത്. ഫ്രണ്ട് ഡോർ എസ്കേപ്പ് ആവാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി, ബാക്കിയും കിട്ടണം. പക്ഷെ ഇതിനകത്ത് എല്ലാത്തിലും പെട്ടെന്ന് സാധനങ്ങൾ കിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് പെട്ടെന്ന് ഒന്നും കിട്ടാണ്ടാവും, ദേഷ്യം വരും. ഗ്രാനി കളിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് അടിക്കണേ. ആരൊക്കെ ഗ്രാനി കളിച്ചിട്ടില്ല നമുക്കറിയാമല്ലോ. ഗ്രാനി കളിക്കാത്തതായിട്ട് അങ്ങനെ ആരും ഉണ്ടാവൂല. എന്നാലും ഇവിടെ ഗ്രാനിനെ കാണില്ല. നമുക്ക് നേരെ താഴത്തോട്ട് പോവാം. ഗ്രാനി മോന്ത കാണുമ്പോൾ എനിക്ക് ചെയ്യ വരികയുണ്ട്. ഇപ്രാവശ്യത്തെ ഗ്രാനി റീമേക്കിലത്തെ ഗ്രാനിനെ കാണാൻ വൻ കോമഡിയാണ്. നമുക്ക് ഇനി അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. നമുക്ക് നേരെ പുറകോട്ട് തന്നെ പോവാം. ഈ ആൻറ്റിനെ ഇനി എന്തെങ്കിലും വെച്ചാണെങ്കിൽ ആൻറ്റിനെ ഇനി എവിടെ വെക്കണ്ടാണെന്ന് അറിയത്തില്ല. അത് നോക്കാം. ഗ്രാനി എവിടെ ആണെങ്കിലും വരുന്നത് ഒരുമാതിരി
ഇതാണ് പണ്ടാരത്തള്ള ഇവിടെ കൊണ്ടൊന്ന് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നമുക്ക് തള്ളിപ്പം ഇങ്ങോട്ടേക്ക് ഓടിയിട്ട് നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോയി വിളിക്കണം. സൈഡിൽ കൂടി പോവാ. ഈ പ്രാവശ്യം ഒരുപാട് മുറികളുണ്ട് നാട്ടുക ഗ്രാനിൽ. നമ്മൾ തിരിച്ച് വീണ്ടും ഇവിടെ തന്നെ എത്തി. നൈസായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് വിട്ടേക്കുന്നുണ്ട്. ഗ്രാനി അവിടെ ഇരിക്കും. നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ ചെയ്യാം. 2831 നമുക്ക് അതിൻ്റെ കോഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് മേളിലോട്ട് പോവാം. ഗ്രാനീൻ്റെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പണിയാണ്. തള്ള ഒന്നെല്ലാം കാണാതെ സ്ഥലത്ത് ഒളിപ്പിച്ചേക്കും. ഇനി ഇതിൻ്റെ അടിയിൽ എന്തിട്ടാണ് നോക്കണം. എന്തിട്ടാ വന്നേന്ന് അറിഞ്ഞൂടാ. എന്തിട്ടാ നമുക്ക് സുഗു ഡ്രൈവർ കിട്ടി. ഈ തള്ള എല്ലായിടത്തും കൊണ്ട് നിൽക്കണ വെച്ചേക്കുള്ള എന്തൊക്കെ കഷ്ടമാണ്. എവിടെ വന്ന വെച്ചിട്ടില്ല അതേനാ. ഇതിൻ്റെ പാവാട നല്ലത് എന്തുട്ട് പാവാടയാണ്. പോയിന്ന് തോന്നുന്നു. നമുക്ക് ഇറങ്ങി നൈസായിട്ട് സൈഡിൽ കൂടി പോവാ. നേരെ നമുക്ക് ഫ്രണ്ട് ഡോറിൻ്റെ അടുത്തോട്ട് നേരെ എത്തും. സാധാ പോലെ തന്നെ എത്തി. ഇതുകൊണ്ട് ഇനി ഇവിടെ കോഡടിക്കണം. ടി വിയിൽ കാണിച്ചത് 2831 കോഡടിച്ച് അത് സെറ്റായി. ഇനി അവിടെ വേണ്ടത് ആ ലോക്ക് തുറക്കാനുള്ളൊരു കീ വേണം. ഗ്രാനി വേണ്ടത് ഇത് ഭയങ്കര കണ്ണാണ്. ഇനി എവിടെ പോയാലും കാണാം. എവിടെ വന്നുണ്ടായിട്ട് ഒച്ചയായിട്ട് എവിടെ വന്നില്ലല്ലോ. ഇതെന്താണ് പേട്ട് തള്ളത് എന്താണ് വന്നില്ലല്ലോ. നമുക്ക് സൈഡിൽ നിന്ന് നോക്കാം. ഇവിടെ ഒക്കെ കാണൂലീന. ഈ ഒച്ച ഏൽപ്പിച്ചുകൊണ്ട് എങ്ങാണ്ടെങ്കിലൊക്കെ പോയി ഒളിച്ചിരിക്കും. അതിൻ്റെ ഇടയിൽ കെണി ചുട്ടു പോവും. ഈ തള്ള ഭയങ്കര സാധനം ഇത്. നമുക്ക് ഇവിടെ തന്നെ ഇവിടുന്ന് വീണ്ടും ഗ്രാനി വരുമ്പോൾ താഴത്തോട്ട് കടതേ നിൽക്കണം. എൻ്റെ അപ്പനെ പേടി ഇപ്പൊ കൊന്നാണ് ജസ്റ്റിസ്. ഇവിടെ മൊത്തം എക്സ്ട്രീം ലെവലായതുകൊണ്ട് ഇരുട്ടായതുകൊണ്ട് അവിടെ വന്ന് നിന്നാലും കാണുകയുമില്ല ഈ തള്ളേനെ. ഇത് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇനി എന്നിട്ടാന്ന് നോക്കണം. ഇതിപ്പോൾ വരുന്നുള്ള ഇവിടെ കട്ടിങ് പ്ലെയർ കിട്ടി. ഇതിപ്പോൾ വരും. ഇപ്പം മെളിന്ന് ഏതെങ്കിലും ഒരു വഴി കൂടി ഇറങ്ങി വരും. ഇപ്പം അതേ ഗുണം എന്ത് സ്പീഡ് പോകണം. കാലിലാണോ ഇനി നടക്കണമെന്നും കാണൂല. ഇത് മറ്റേ ഓവർ ബോർഡിൽ എന്തുകൊണ്ട് പോകണോലെയാണ്. നടക്കണമായിട്ടൊന്നും തോന്നല്ല. കാലിനകരം വല്ല ചക്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം പോയിട്ടുണ്ടാവും. നമുക്കിപ്പോൾ അതൊക്കെ ഇറങ്ങാം. നേരെ ചെന്ന് കയറി കൊടുക്കണ്ട. നമുക്ക് സൈഡിൽ കൂടി പോകണമായിരിക്കും നല്ലത്. ഇവിടെ ഒന്നും കാണില്ല. ഇപ്പം ബാക്കിൽ നിന്ന് തലക്കടിക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് വന്ന ഒച്ചയിപ്പിച്ചോണ്ട് പോവുകയാണ്. എന്നാൽ വന്നതാണെങ്കിൽ കാണുന്നില്ല. അത് അവിടെ ഉണ്ടാകും മുമ്പത്തെ പോലെ തലക്കടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇങ്ങോട്ട് തന്നെ ഒന്നും കൂടി ചാടുക. അതാ നല്ലത്. മേളിൽ അതിൽ കൂടെ അങ്ങനെ ഒരു വഴിയുള്ളത് എന്നാലും നന്നായി. കട്ടായിട്ടുണ്ടെങ്കിൽ ഇനി ഒരു കീയും കൂടിയും കിട്ടിയാൽ നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ശരിക്കും അറിയില്ല. എന്നാലും ഞാൻ ചെയ്ത് നോക്കണേണ്. ഇനി എന്തൊക്കെ വേണമെന്നൊന്നും അറിഞ്ഞിട്ടില്ല. പേട്ട് തള്ളേനെ ഇവിടെ ഒന്നും കാണില്ല. എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ ഒച്ചയൊക്കെ കേൾക്കണ പോലെ ഉണ്ട്. വന്നുണ്ടെന്നാണ് തോന്നണത്. നമുക്ക് തിരിച്ച് അപ്പുറത്തെ വഴി കൂടി കയറാം. ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 10-20 വഴിയാണിത്. ഏതിൽ കൂടെയൊക്കെ എങ്ങനെ കയറി വരുന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ വീണ്ടും പുറത്തെത്തി. ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കൊടുക്കളയാം.
വന്നിട്ടുണ്ടെന്ന് പോണേ ഒച്ചയായിട്ട് കട്ടിൻ്റെ അടിയിലോട്ട് വെക്കാം. ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നില്ല. ഇപ്പം ഇവിടേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങോട്ടേക്ക് വരും. വന്നു. ജസ്റ്റ് മിസ്. ഇപ്പം തലക്കടിച്ച് വന്നാൽ നമ്മളെ ജസ്റ്റ് മിസ് ആടുന്നു. പോയി തോന്നാൻ നമുക്ക് ഇറങ്ങാം. എന്നിട്ട് തള്ള അവിടെ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് എത്താം. വീണ്ടും അവിടെ ഒരു മുട്ടയുണ്ട്. ആ താഴത്ത് വീഴുമ്പോൾ വീണ്ടും അങ്ങോട്ട് വന്നോളൂല്ലോ. ഇപ്പം തള്ള അവിടെ തന്നെ നിൽക്കുമ്പോൾ നമ്മളെത്തുമായിരിക്കും. ഞാൻ ഒടുക്കൽ സ്പീഡായതുകൊണ്ടൊന്നും പറയാനും പറ്റൂല. നമ്മളിപ്പോൾ കാറിൻ്റെ ഇവിടെ എത്തിയിട്ട് ഇവിടെ എന്തെങ്കിലും കട്ട് ചെയ്യുക. അയാള് കൂടുതലും മെയിൻ ഡോർ എസ്കേപ്പാണ് നോക്കണത്. നമുക്ക് പറയാൻ പറ്റില്ല. പറ്റണേൽ കയറിപ്പോവും. ഇപ്പം മൊത്തം ഡോറിൻ്റെ മാത്രമേ കിട്ടിയേക്കണേ. ഇവിടെ എങ്ങാണ്ടുണ്ട്. ഇവിടെ ഇല്ലേ? ഒച്ച കേട്ട പോലെ തോന്നിയില്ല. ഇതിപ്പോൾ ഇങ്ങോട്ട് വരും. അവിടെ മണി അടിച്ചിട്ടുണ്ട്. എന്തൊക്കെ വഴികളാണ് ഇതിൽ കൂടി. പണ്ട് ഫസ്റ്റത്തെ ഗ്രാനി ഇറങ്ങിയപ്പോൾ ഇതൊന്നും ഉണ്ടായില്ല. ആകെ ഒരു വീട്. ഇപ്പം ആ കെണിമ കാലം ഉണ്ടാണ്. തള്ളക്കടം കൊടുക്കുന്ന സ്പീഡാണ്. ഞാനും നിന്ന് അപ്പം തലക്കടിച്ചോളൂ. പുറകിലുണ്ടെന്ന് വേണേ. ഇതിൽ കൂടെയൊക്കെ കയറി വന്നതെന്ന് ഇപ്പം എന്തായാലും അവിടേക്ക് വരും. അവിടെ മണിയടിയിൽ വെച്ചിട്ടുണ്ടല്ലോ. കിണികിണിന്ന് പറഞ്ഞിട്ടുള്ള വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നെ ഇവിടെയൊക്കെ തന്നെ നോക്കാം. എന്താണ്ട് ഒരു മോട്ട് പോലത്തെ എന്തോ സാധനം കിട്ടിയിട്ടുണ്ട്. താഴത്ത് മറ്റേ ഗ്രാനി മണ്ണിലുള്ള പോലത്തെ സ്റ്റെപ്പിൻ്റെ സൈഡിലുള്ള വല്ല റൂമാണത്. അടുത്ത സാധനം കിട്ടി. അതെടുത്ത് നമുക്ക് ആ റിമോട്ടിൻ്റെ യൂസ് എവിടേക്കാണെന്ന് വലിയ പിടിയില്ല. ടിവിൻ്റെ ആണ് അതോ വല്ല റൂമിൻ്റെ ആണോ? ഇപ്പം ഗ്രാനി ഇങ്ങോട്ട് വരും. നമുക്ക് അപ്പോഴത്തേനും വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോവാം. ഗ്രാനീനെ ഇങ്ങനെ പറ്റിക്കാൻ നല്ല രസമുണ്ട്. ഇതിൽ കൂടി വരുമ്പോൾ അവിടെ വന്ന് നോക്കുമ്പോഴും നമ്മളിപ്പോഴത്തേക്ക് കൂടി വരും. ഗ്രാനിയും ചിലപ്പോൾ ഇതിലേക്ക് കയറി വരും. ഏതിലേ വന്നേന്നൊന്നും പറയാൻ പറ്റൂല. നമുക്കിനി ഇത് വെക്കേണ്ടടുത്ത് വെക്കാം. ഗ്രാനി അങ്ങനെ പറഞ്ഞാൽ നമുക്കിവിടെ ഇരുന്നിട്ട് ഗ്രാനി വന്നില്ലെങ്കിൽ പോവാം. മഞ്ഞുണ്ടെന്ന് തോന്നണം. ഈ തള്ള വന്നെന്നാ അറിയാൻ പോണില്ല. ഇത് വല്ലാത്തൊരു മേടാണിത്. ഇപ്പൊ മിക്കവാറും വരും. കയറി നിൽക്കണ ഒച്ചയൊക്കെ ഉണ്ട് തന്നെ. ഒരു സാധനത്തിനെ കാണില്ല. അതേ വന്നി. ഓ എന്തൊരു സ്പീഡാണിത്. നമ്മൾ ഏകദേശം എസ്കേപ്പ് ആവാറായി. നമ്മൾ ഇതിലെ ജസ്റ്റ് എസ്കേപ്പ് ആവും. ഞാനിനൊന്ന് വെട്ടിച്ചേച്ച് നമുക്ക് പോവാം. താക്കോലെല്ലാം കിട്ടാനുള്ള താക്കോലെല്ലാം കിട്ടി. ഗ്രാനീനെ പറ്റിച്ച് നമുക്ക് കിടക്കാം. ഇവിടേക്ക് ഗ്രാനി വരട്ടെ. നമുക്ക് അപ്പോഴത്തേനും അതിൽ കൂടി പോയി ഡോറോന്ന് എസ്കേപ്പ് ആവാം. അല്ലെങ്കിൽ എസ്കേപ്പ് ആവാൻ നേരത്തെ തലക്കടിച്ച് പോലെ ഉണ്ടല്ലോ. പിന്നെ ഈ ഗ്രാനി അവിടെ വന്ന് നോക്കുമ്പോഴേക്കും നമുക്കിവിടെ എസ്കേപ്പ് ആവാം. യെസ്, നമ്മൾ ഗ്രാനി റീമേക്കിൽ അങ്ങനെ എസ്കേപ്പായി. ദി എൻഡ്. അപ്പം അടുത്ത ഏത് ഗെയിമാണ് കളിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറ. നമുക്കത് കളിക്കാം. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ.